ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ മെയിനായിട്ട് കണ്ടുവരുന്നത് CJ റോയിയെ പറ്റിയുള്ള ഒരു സംഭവം തന്നെയാണ്. ഏറ്റവും കൂടുതലുണ്ടെങ്കിൽ എനിക്ക് നെഗറ്റീവായിട്ടുള്ള ന്യൂസും ഫേക്ക് ന്യൂസുമാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. ഒരുപാട് ചാനലുണ്ടെങ്കിൽ ഇദ്ദേഹം അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ഇതേ കണക്ക് ഒരുപാട് പേരുടെ പൈസ തട്ടിയെടുത്തിട്ടുണ്ട്. ആദ്യ വിവാഹം കഴിച്ചിട്ട് അവരുടെ പൈസ തട്ടിയെടുത്തു എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലുള്ള ഓരോരോ കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടെ തന്നെ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് ഉദ്യോഗസ്ഥരാണ് ഇങ്ങനെ ചെയ്തത് അങ്ങനെ ചെയ്തതെന്നും പറഞ്ഞ് പല പല ന്യൂസുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലാം ഫേക്ക് ന്യൂസാണെന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ ഇത് സത്യത്തിൽ ഇതേ കണക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. അവരുടെ ഇഷ്ടത്തിനുണ്ടെങ്കിൽ ഓരോരോ കാര്യങ്ങൾ ഇതില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തായിരുന്നാലും ശരി, ഇതിനെപ്പറ്റിയുള്ള എന്തെങ്കിലും ഒരു ഒഫീഷ്യലായിട്ട് ഒരു എന്തെങ്കിലും ഇൻഫോർമേഷൻ വന്നോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നുമില്ല. അതല്ലാതെ ഓരോരോ ചാനലുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ പറ്റി ഓരോരോ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. അതിലെന്തെങ്കിലും ഒരു വാസ്തവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരു തെളിവുകളും ഇതുവരെ കിട്ടിയിട്ടില്ല. അതല്ലാതെ അവരുടെ ഇഷ്ടത്തിന് ഇതേ കണക്കത്തുള്ള ഓരോരോ തമ്മിലും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടെങ്കിൽ മോശമുള്ള കാര്യങ്ങളാണ് പരത്തിക്കൊണ്ടേ ഇരിക്കുന്നത്. ഇതേ കണക്ക് മരണസമയത്തുണ്ടെങ്കിൽ ഭാര്യ വന്നപ്പോൾ കണ്ണാടി ഇട്ടുകൊണ്ടാണ് വന്നത്. ആ സമയത്ത് പോലും ഉണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ ഈ സ്ത്രീക്കുണ്ടെങ്കിൽ അത്ര വലിയ വിഷമമൊന്നുമില്ല. അങ്ങനെ എങ്ങനെയാണെന്നും പറഞ്ഞ് അവരെയും ഭയങ്കരമായിട്ട് മോശമുള്ള രീതിയിൽ പറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ സമയത്തുണ്ടെങ്കിൽ ഇപ്പോൾ ഇതേ കണക്കത്തുള്ള ആൾക്കാരുണ്ട് മരണപ്പെട്ട് കഴിയുമ്പോൾ അവർക്കെതിരെ ഒരുപാട് നെഗറ്റീവായുള്ള കാര്യങ്ങൾ പറയുന്നത് സാധാരണ രീതി നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് തന്നെയാണ്. സോ എന്തായിരുന്നാലും ഇതിനെപ്പറ്റിയുള്ള സത്യങ്ങൾ ഇനി വെളിയിൽ വന്നാൽ മാത്രമേ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എന്താണ് ഇവരുടെ പുറത്തുള്ള ആൾക്കാർക്കുണ്ടെങ്കിൽ നമുക്ക് ഫേക്കായിട്ടുള്ള ന്യൂസുകൾ വെളിവിടാതിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇതേ കണക്കത്തുള്ള ഫേക്ക് ന്യൂസ് ഇനിയും വന്നുകൊണ്ടേ ഇരിക്കും.